കൊച്ചി സിറ്റി സൈബർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ 25 കോടി നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡ് കേസിൽ ഒരു നല്ല ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മുടെ സൈബർ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ നേതൃത്വത്തിൽ ഒരു ടീം ഒരാഴ്ചയായിട്ട് കോഴിക്കോടിലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഗ്രൗണ്ട് വർക്ക് നടത്തിയിട്ട് അവിടെ 3 പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ പേരുകൾ ഒരു റഹീസ്, ഒരു അൻസാർ, ഒരു അനീസ് എന്നയാളാണ്. അപ്പോൾ ഇവർ അവിടെ പിടിച്ചിട്ട ശേഷം അവരുടെ കയ്യിൽ ഏകദേശം ഒരു 40ഓളം മൊബൈൽ ഫോണുകൾ, ഒരു 200ഓളം സിം കാർഡുകൾ, 100-നേക്കാളധികം ബാങ്ക് അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ അവിടെ സീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ പല സൈബർ കുറ്റകൃത്യത്തിൽ ഇവർ പങ്കുണ്ട് എന്നതാണ് മനസ്സിലായത്. മറ്റ് ഈ കേസിലേക്ക് വേണ്ടി ഈ കേസിൽ ഉൾപ്പെട്ട പല ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് ഇവരാണ്. പല കമ്മ്യൂണിക്കേഷനുകൾ നടത്തിയത് ഇവർ കൈവശത്തുള്ള സിം കാർഡ് വഴിയാണ്. ബാക്കി സിം കാർഡുകൾ, ഫോണുകളുടെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അന്വേഷണം നടത്തിയാൽ വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്ന വിവരങ്ങൾ നമുക്ക് വ്യക്തമാവും. ടോട്ടൽ 4 പേരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പൊ ഈ പൈസ ട്രാൻസാക്ട് ആയിട്ടുള്ള അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്ത ആൾക്കാർ ഇവരാണ്. വേറെ ആൾക്കാരുടെ പേരിൽ അക്കൗണ്ട് ഉണ്ടെങ്കിലും കൈകാര്യം ചെയ്യുന്നത് ഇവരാണ്. അപ്പോൾ ആ ട്രാൻസാക്ഷൻസിന്റെ കുറെ മൊബൈൽ കമ്മ്യൂണിക്കേഷനുകൾ ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പൈസ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ഒരു 3.4 ലക്ഷം രൂപ ഇവർ എടുത്തതായിട്ട് മനസ്സിലാവുന്നുണ്ട്. ബാക്കി അവരെ കസ്റ്റഡിയിൽ എടുത്തിട്ട് കൂടുതൽ ചോദിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അല്ല, അത് നമ്മൾ ഈ കൈവശത്തിൽ നിന്ന് കിട്ടിയ അക്കൗണ്ടുകൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അന്വേഷണം നടത്താനുണ്ട്. അത് നടത്തിയിട്ട് നമുക്ക് വ്യക്തമായിട്ട് പറയാം എത്ര പൈസ ഇവരുടെ അക്കൗണ്ടുകളിലൂടെ പോയി എന്നത്. നമുക്ക് ഈ അക്കൗണ്ടുകളിൽ പോയ പൈസയിൽ 40 ലക്ഷം ഹോൾഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് റിക്കവറി ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ കൂടെ എടുത്തു വരുന്നുണ്ട്. അപ്പോൾ അല്ല, ഈ പൈസ പല വഴികളിലൂടെ വിദേശത്തേക്ക് കൂടെ പോയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് കാര്യമായ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ആരാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നത് അത് ഇനി കുറെ ഇൻവെസ്റ്റിഗേഷൻ നടത്താനുണ്ട് ഇതിനകത്ത്. അപ്പൊ ഇപ്പൊ പിടിയിലായത് ഈ മൊത്തം ചെയിൻ ഓഫ് ആക്ടിവിറ്റീസിൽ നല്ലൊരു പങ്ക് വഹിക്കുന്ന ആള് തന്നെയാണ്. ഇതിനകത്ത് പ്രധാന പ്രതികൾ എന്നത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ഈ എല്ലാ ചെയിൻ ഓഫ് ആക്ടിവിറ്റീസിലെ പല റോളുകൾ ചെയ്യുന്ന ആൾക്കാരാണ് ഉള്ളത്. അപ്പൊ ഇവർ അതിനി നമുക്ക് അവരെ കൂടുതൽ അനലൈസ് ചെയ്യണം. അവർ നിന്ന് കൈവശത്തിന് നിന്ന് കിട്ടിയ എല്ലാ ഡീറ്റെയിൽസ് അനലൈസ് ചെയ്താൽ കുറച്ചുകൂടി കാര്യമായിട്ട് മനസ്സിലാക്കും. അപ്പൊ ഇത് നെക്സ്റ്റ് ലെവൽ എന്നത് അങ്ങനെ ഒന്നില്ല. പക്ഷേ ഇവർ കൂടെ പ്രവർത്തിച്ച 1-2 ആൾക്കാരുടെ വിവരങ്ങൾ കൂടെ കിട്ടിയിട്ടുണ്ട്. നമ്മളത് കൂടുതൽ അന്വേഷിച്ചിട്ട് അവരിലേക്ക് കൂടെ എത്താനുള്ളൊരു ലിങ്ക് കിട്ടിയാൽ നമുക്കത് കൂടെ ചെയ്യാം. മലയാളികൾ അല്ല, ഇവർ കയ്യിൽ ഒത്തിരി മൊബൈൽസ്, ഒത്തിരി സിമ്മുകളുണ്ട്. ഇനി കുറെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഇതെല്ലാം പ്രോപ്പറായി അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതെല്ലാം വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഉണ്ടാവും, നമുക്കറിയില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട്.
പക്ഷേ നമ്മൾ അങ്ങോട്ടൊക്കെ കുറെ കമ്മ്യൂണിക്കേഷൻ അയച്ചതിന്റെ ഒരു മറുപടി കിട്ടാൻ കാത്തിരിക്കുകയാണ്. അത് കിട്ടിയതോടെ കൂടി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം അന്വേഷണം.